ഹായ്, എൻ്റെ പേര് പ്രജിത. ഞാൻ ഈ ലാസ്റ്റ് DHS എക്സാമിൻ്റെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ എനിക്ക് 3rd റാങ്കാണ്. ഞാൻ 2020 മുതൽ സുരേഷ് സാറിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. 2021 DHS ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ആ ടൈമിൽ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയമായതുകൊണ്ട് എനിക്ക് ഒത്തിരി ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് എല്ലാം പഠിക്കുവാനോ ഒന്നും സാധിച്ചിരുന്നില്ല. എങ്കിലും ഞാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുവാനും അതുപോലെ തന്നെ മാക്സിമം നോട്ട്സ് എഴുതുവാനും എല്ലാം ശ്രമിച്ചിരുന്നു ആ ടൈമിലും. എങ്കിലും അത്ര നന്നായി പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് പറ്റിയിരുന്നില്ല. അങ്ങനെ ഞാൻ ആ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്തും ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് സാറിൻ്റെ നോട്ട്സ് കേട്ടുകൊണ്ടാണ് പോയത്. എക്സാം എഴുതുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ പോലും എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു. എന്ന് വെച്ചാൽ സാറ് ആ നോട്ട്സിൽ ഞാൻ അത്രയും നേരം കേട്ട വോയിസ് നോട്ട്സിൽ നിന്ന് വരെ എനിക്ക് ആൻസറുകൾ ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 102 ആലപ്പുഴ ആ ലിസ്റ്റിലെ റാങ്ക്. അപ്പം ഞാൻ സാറിന് ഇതുപോലെ മെസ്സേജ് അയച്ചായിരുന്നു, ഹോപ്പില്ല എന്നും പറഞ്ഞ്. അപ്പോഴും സാർ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നു. സാർ അന്ന് പറഞ്ഞ ഒരു മോട്ടിവേഷൻ വാക്കുകളും എല്ലാം കൂടെ ചേർന്നായിരിക്കും. പിന്നെ അതിനുള്ളൊരു സാഹചര്യം എല്ലാം ഒത്തു വന്നപ്പം എനിക്ക് തോന്നി, എന്തുകൊണ്ട് 102-ലെത്തിയ ഒരാൾക്ക് എന്തുകൊണ്ട് അതിലും മുന്നോട്ട് റാങ്കുകൾ നേടിക്കൂടാ, ഒരു 10-നുള്ളിൽ വരാൻ ശ്രമിച്ചുകൂടാ എന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെയാണ് ഞാൻ അടുത്ത അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ സാറിൻ്റെ നോട്ട്സ് വളരെയധികം സഹായിച്ചു എന്ന് പറയാം. എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് സാർ ആ നോട്ട്സ് എഴുതി വെച്ചേക്കുന്നത്. അത് നമ്മൾ വായിച്ചിട്ട് എനിക്ക് സാറിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പ്രിൻ്റ് എടുക്കാം, അത് വായിച്ച് എഴുതുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ സാറിൻ്റെ നോട്ട്സ് തന്നെ വായിച്ചിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഹാൻഡ് റിട്ടൺ നോട്ട്സുകൾ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ സാറിൻ്റെ ക്ലാസ് എന്ന് വെച്ചാൽ നമുക്ക് സാറിൻ്റെ വോയിസ് ഭയങ്കര ഇതാണ്. എന്ന് വെച്ചാൽ നമ്മളെ ഓർത്തിരിക്കും. നമ്മൾ എക്സാമിന് ഇരിക്കുന്ന സമയം പോലും സാറിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന പോലെ തോന്നുമായിരുന്നു. അത്രയും ഇതായിട്ടാണ് സാർ റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ സാറിൻ്റെ ക്ലാസ്സസ് മാക്സിമം അറ്റൻഡ് ചെയ്യുക, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ എക്സാം ഡേറ്റ് സാധാരണ നമ്മൾ എപ്പോഴാണോ പഠിച്ചു തുടങ്ങുന്നത് അപ്പം തന്നെ നമ്മൾ ക്വസ്റ്റ്യനുകളും അറ്റൻഡ് ചെയ്യുക. അത് പിന്നെ ഞാൻ കൂടുതലായും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത് എക്സാം ഡേറ്റ് വന്നതിന് ശേഷമാണ്, ഒരു 3 months. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ OMR പ്രിൻ്റ് എടുത്ത് സാർ ഒരു 15 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറോളം ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം സമയം കിട്ടുമ്പോഴെല്ലാം പഠിക്കുമായിരുന്നു. 2 കുട്ടികൾ എനിക്കുമുണ്ട്. അവരെ സ്കൂളിലാക്കിയ ടൈമും കുക്കിംഗ് സമയം എല്ലാം വളരെ കുറച്ച് ചെയ്തുകൊണ്ട് ഞാൻ ഒരുപാട് നേരം ഇത് ചെയ്യുമായിരുന്നു. രാത്രിയിലാണെങ്കിലും അവർ ഉറങ്ങിയതിന് ശേഷം ഞാൻ ഒരുപാട് നേരം പഠിക്കുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമായിരുന്നു. നമ്മൾ മാക്സിമം എഫർട്ട് ഇട്ടാൽ നമുക്കത് കിട്ടും. അതുകൊണ്ട് സാറിൻ്റെ ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ് മാക്സിമം അറ്റൻഡ് ചെയ്യുക. സാറ് പറയുന്ന പോലെ എല്ലാം ഫോളോ ചെയ്യുക. സാറിൻ്റെ ക്ലാസ്സസും നോട്ട്സും എല്ലാം വളരെ സിമ്പിളാണ്. അത് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കത്തതേ ഉള്ളൂ. അതുകൊണ്ട് സാറിൻ്റെ ക്ലാസ് എല്ലാം നന്നായി അറ്റൻഡ് ചെയ്യുക നിങ്ങൾ. പിന്നെ ഞാൻ ഈ എക്സാമിനാണെങ്കിലും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ഞാൻ 10 മാർക്ക് കൂട്ടി വെച്ചിരുന്നപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് 10-നകത്ത് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഒരിക്കലും ഞാനൊരു 3rd റാങ്ക് ഹോൾഡർ ആകുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ട് പോലില്ല. അതിന് ഞാൻ സർവേസിനോടും സുരേഷ് സാറിനോടും എല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുന്നു.